ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്നേ ഞാൻ ഇതേപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുക്കളത്തോട്ടവും പുറത്തുള്ള കാഴ്ചകളും എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്ത്, കൃഷി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ആ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും ആ വീഡിയോസ് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. അപ്പം അന്ന് ഞാനാണെങ്കിൽ ഇട്ട സമയത്ത് വീഡിയോസിൽ ഇതുണ്ടല്ലോ, കൃഷിസ്ഥലത്തിലുള്ള തക്കാളിയും അതേപോലെ തന്നെ പടവലങ്ങ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതെല്ലാം പൂത്ത് നിൽക്കുന്ന വീഡിയോസാണ് ഇട്ടത്. പിന്നീട് അത് കായ്ച്ചതിന് ശേഷം എനിക്ക് വീഡിയോസൊന്നും എടുക്കാനും ഒന്നിനും പറ്റിയില്ലായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ കൊച്ചു അടുക്കളത്തോട്ടത്തിൽ തക്കാളിയും അതേപോലെ തന്നെ പാവയ്ക്ക, വഴുതനങ്ങ, അതേപോലെ കോളിഫ്ലവർ, ചെറിയ രീതിയിൽ കോളിഫ്ലവർ മുട്ടിട്ടിട്ടുണ്ട്. അങ്ങനെ കത്തിരി, അങ്ങനെ ഒരുവിധ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി എന്തായാലും അതിൻ്റെ വീഡിയോസ് ഒന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, എങ്കിലും നമ്മളെ വീട്ടാവശ്യങ്ങൾക്ക് ഒരുവിധം എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ചീരയും വെണ്ടയ്ക്കയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. ഇപ്പം ചൂട് സമയമല്ലേ, 2 സമയം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും കേട്ടോ. അത്രയ്ക്ക് ഒരു മനുഷ്യൻ പുറത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വെയിലാണ് കേട്ടോ. അപ്പം നമ്മൾ എന്നും വെള്ളമൊക്കെ 2 പ്രാവശ്യമെങ്കിലും ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് അതെല്ലാം കരിഞ്ഞു പോകും കേട്ടോ. അപ്പം എനിക്കിപ്പം പെട്ടെന്ന് സന്തോഷം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഒരു വെള്ളരി ഉണ്ടായിരുന്നുള്ളൂ, ഒരു മൂട് വെള്ളരി ഉണ്ട്. പക്ഷേ അത് പടർന്ന് പോയിട്ട് ഒരു കുഞ്ഞ് വെള്ളരി പിടിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് താഴെ ഇങ്ങനെ വീഴുമെന്ന് പറഞ്ഞ് ഞാൻ ബക്കറ്റ് പോലെ സംഭവത്തിൽ എടുത്ത് വെച്ചൊക്കെയാണ് വച്ചിരിക്കുന്നത്. പക്ഷേ അത് പുഴു കുത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അകത്തോട്ട് പുഴുക്കൾ കയറി കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് നാശമായി പോകും. എങ്കിലും അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അന്ന് നമ്മൾ ഇതേപോലെ തക്കാളി നട്ടിട്ടിരുന്നപ്പോൾ പൂ പിടിച്ചത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പം കണ്ടില്ലേ, എല്ലാത്തിലും നല്ല കായ്ച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതും നമ്മൾ ദിവസവും ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളിലൊക്കെ പുഴുക്കൾ കയറും കേട്ടോ. പുഴുക്കൾ കയറിയതിന് ശേഷം നമ്മളെ ഇലകളെല്ലാം നശിപ്പിച്ച്, അതേപോലെ തക്കാളിയിലെ അകത്തൊക്കെ പുഴുക്കൾ കയറും. കാരണം നമ്മളിതിൽ മരുന്നൊന്നും അടിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുഴുക്കളെല്ലാം കയറും കേട്ടോ. അതേപോലെ തന്നെ പിന്നെ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഈ നിൽക്കുന്നതിനൊക്കെ നമ്മൾ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് പച്ചപ്പോട് കൂടി നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ വെണ്ടയ്ക്കയൊക്കെ ഉണ്ട് കേട്ടോ. വെണ്ടയ്ക്കയൊക്കെ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ 2-3 മൂട് വെള്ളരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ ഞാൻ നേരത്തെ ഒരിക്കൽ ഒരു മുന്തിരിയുടെ വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, മുന്തിരി നടുന്നതിന്. അതിപ്പോൾ നല്ലോണം പടർന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഇത് കോളിഫ്ലവറാണ് കേട്ടോ. കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് അടിഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ മുട്ടിട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളരി ഇതാണ് കേട്ടോ. ഇത് നമ്മൾ കാത്ത് വെള്ളരിക്കുക ഒരു കുഞ്ഞായിരുന്നു, അത് നോക്കിയിരുന്ന് ഇത്ര രീതിയിലാക്കി ഉണ്ട് കേട്ടോ. ഈ രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് പുഴു കയറി കഴിഞ്ഞാൽ പിന്നെ നാശമായി പോകും. നമ്മളെന്നാലും എന്നും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അതേപോലെ ഇത് പുറകുവശത്തിൽ നിൽക്കുന്ന വഴുതനമാണ് കേട്ടോ. ഇതിൽ ഒരുപാട് വഴുതനങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അന്ന് കോവയ്ക്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോവയ്ക്കൊക്കെ അന്ന് ഒരുപാട് വിളവൊക്കെ കഴിഞ്ഞതിന് ശേഷം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇപ്പം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അന്ന് കരിഞ്ഞു പോയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇപ്പം നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്നതാണ്. ഞാൻ 2 ദിവസത്തിന് മുന്നേ കോവയ്ക്കൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഒരുപാടൊന്നും കാണത്തെങ്കിലും അങ്ങൊക്കെ കുറച്ചൊക്കെ വീഡിയോയിലുണ്ട്, ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ 3 വർഷമായി ഒരു മാവ് വാങ്ങിച്ചു വെച്ച് ഒത്തിരി ഒരുവിധം നല്ലോണം തിളിർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ പുറത്ത് റോഡ് സൈഡിലായിട്ട് നമ്മൾ പാവലൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. പാവൽ കൂടിട്ടിട്ടുണ്ട്. അത് കുറച്ച് പാവലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കൊച്ചു പിഞ്ച് പാവലൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ കൂടിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചക്കയൊക്കെ കളയിട്ടിട്ടുണ്ട്. നേരത്തേക്ക് ഇതിന് മുന്നേ ചക്ക കായ്ക്കുമായിരുന്നു. ഇപ്പം കുഞ്ഞായിട്ട് ചക്ക കളയിട്ട് വരുന്നതേ ഉള്ളൂ, വിളഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ മക്കളെ. ഒപ്പം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ടാറ്റാ. മറ്റൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ.